ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന ആഗമനകാലത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ച ഈ 2021 വിശുദ്ധ ഔസേപിതാവിൻ്റെ പുണ്യങ്ങൾ നമ്മിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്രിസ്മസിന് നമുക്ക് നമ്മെ ഒരുക്കാം. കർത്താവിൻ്റെ ദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് തിരുക്കുമാരനെ കാത്തു പരിപാലിച്ച വിശുദ്ധ ഔസേപിതാവിനെ പോലെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിത സഹനങ്ങളിൽ മുന്നേറിയ അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിലെ ഒരു കുടുംബത്തെ നാം പരിചയപ്പെടുമ്പോൾ ജീവന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ എന്നും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, എൻ്റെ പേര് ബിൻഡ, ഞാൻ ഷാർജ നഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മജു, ഞാൻ അജ്മാനിൽ 5 വർഷമായിട്ട് ഉണ്ട്. ഇതെൻ്റെ ജീവിത പങ്കാളി നവ്യ മജു, ഇതെൻ്റെ മൂത്ത കൊച്ച് ഏഞ്ചൽ എലിസബത്ത് മജു, ഇതെൻ്റെ രണ്ടാമത്തെ കൊച്ച് എമ്മാനുവൽ ജോർജ് മജു. നമ്മൾ ഒത്തിരി കേട്ടുള്ളൊരു വാക്കാണ് പ്രോ ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ഒരു പ്രോ ലൈഫ് ഫാമിലി എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. അപ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ, അതായത് ഹെറോദേസിനെ പേടിച്ച് ഈജിപ്തിലോട്ട് ഉണ്ണീശുമായിട്ട് മാതാവും യേശുപിതാവും പോയ ഒരു യാത്രയാണ് നമ്മൾ ആ പ്രോ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നവ്യ ഇമ്മാനുവിനെ കിട്ടിയത് ആ ഒരു പ്രോ ലൈഫ് യാത്രയിലൂടെ അല്ലേ? അതെ പിന്നെ കാരണം എനിക്ക് ആ ഫസ്റ്റ് കുഞ്ഞ് ഉണ്ടായ ശേഷം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം നെക്സ്റ്റ് കുഞ്ഞിനെ കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ തരുന്നതെല്ലാം സ്വീകരിക്കണമെന്ന്. പക്ഷെ അത് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് PCOD ഉണ്ടെന്നും. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ മരുന്ന് കുറേ നാളത്തേക്ക് കഴിക്കാൻ പറഞ്ഞു. മരുന്ന് പക്ഷേ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം തമ്പുരാൻ നമുക്ക് കുഞ്ഞിനെ തരും. കാരണം നമ്മൾ ബൈബിൾ എടുക്കുമ്പോഴെല്ലാം നമുക്ക് കിട്ടുന്ന ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായമാണ്. അങ്ങനെ ഇച്ചായൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തി. പക്ഷെ ഞാൻ ഒത്തിരി വചനം വായിച്ച് തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ രോഗികളുടെ നാഥൻ എന്ന ബുക്ക് കയ്യിൽ വെക്കും. ഈശോയെ ഈ വചനങ്ങളിലൂടെ എൻ്റെ PCOD കരിയിച്ചു കളയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും, അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഈ വചന ശക്തിയാൽ എൻ്റെ PCOD കരിയിച്ചു കളയണമെന്ന്. അത്ഭുതകരമായിട്ട് 2 മാസങ്ങൾക്ക് ശേഷം അൾട്രാസൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ദൈവതമ്പുരാൻ അനുഗ്രഹിച്ചു. ആ റിപ്പോർട്ടിൽ അത് കംപ്ലീറ്റ്ലി എൻ്റെ PCOD കരിയിച്ചു കളഞ്ഞു. ആ 2 റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്, സെയിം ഹോസ്പിറ്റലിൽ. അതെ, ദൈവത്തിന് ഒത്തിരി നന്ദി. നവ്യ ഇപ്പം പറഞ്ഞല്ലോ മജുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന്. ഞാനൊരു ബൈബിൾ വാചനം ഓർക്കുമായിരുന്നു, യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒത്തിരി സമൃദ്ധിയുള്ള ജീവനുകളാണ്. അപ്പം നമുക്ക് ആ ഒരു ജീവൻ്റെ വില ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുക. മജുവിന് ഈ ഒരു വിശ്വാസത്തിലേക്ക്, ദൈവം തരുമെന്നൊരു വിശ്വാസത്തിലേക്ക് എങ്ങനെ കടന്നു വരാൻ സാധിച്ചു? അത് എൻ്റെ വീട്ടുകാരാണ്. പ്രത്യേകിച്ച് എൻ്റെ മമ്മ, പിന്നെ എൻ്റെ മമ്മിയുടെ അമ്മച്ചിയുണ്ട്. അവരാണ് എന്നെ ഒരുപാട് ഇതേ പറഞ്ഞ പോലെ വിശ്വാസത്തിലോട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതേ പറഞ്ഞ പോലെ വളർന്നു വരുന്നതോടും എനിക്ക് നമ്മുടെ വട്ടാഴ്ചൻ്റെ കൂടെ കുറച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയായിരുന്നു. അതെന്നെ ഒരുപാട് ഇതാക്കി. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥന ശുശ്രൂഷയാക്കി. പിന്നെ ഞാൻ പുറത്ത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, സൗദിയിലാണെങ്കിലും ഞാൻ പുറത്ത് 2-3 സ്ഥലത്ത് വർക്ക് ചെയ്തിടത്തൊക്കെ പ്രെയർ ഗ്രൂപ്പിൽ കുറച്ച് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹം തന്നു. അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ദൈവത്തിലോട് പിടിച്ച്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ദൈവം അറിയാണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ദൈവം ശക്തമായിട്ട് ഇടപെടുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് പ്രാവർത്തികമായി മാറി. ഞാൻ മജു എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ തോബിയാസിൻ്റെ പുസ്തകം വായിച്ചതും ബൈബിളിൽ അതിൽ ഒരു വാക്ക് മജു പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു,
ഞങ്ങൾ രണ്ടല്ല ഞങ്ങൾ മൂന്നാണ്, ഞങ്ങളുടെ ഇടയ്ക്ക് ഈശോ ഉണ്ടെന്നുള്ളൊരു കാര്യം അല്ലേ മജു നിങ്ങൾ പറഞ്ഞത്? അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു, കാരണം ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂരുള്ളൊരു പ്രീക്കാന കോഴ്സ് സെൻറ്ററിലായിരുന്നു ഞങ്ങൾ ജോയിൻ ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ടൈമിലായിരുന്നു. എന്നാൽ പോലും അവിടുത്തെ അച്ഛന്മാരുടെയും അവിടുത്തെ ശുശ്രൂഷകരുടെ ഒരു ഇതായിരുന്നു. കാരണം അച്ഛൻ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തോബിയാസിൻ്റെ പുസ്തകം അത് നമ്മൾ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം ആണ് നമ്മളെ നടത്തുന്നത്. കാരണം നമ്മൾ ദൈവത്തിന് മുമ്പിലോട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തുന്ന ആരും ഇതുവരെ തകർന്നു പോയിട്ടില്ല. അവർ കൂടുതലായിട്ട് ഉയർത്തെഴുന്നേറ്റതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തീർച്ചയായും ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബജീവിതത്തിൽ ഞാൻ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫസ്റ്റത്തെ ദിവസം ഇതേ പറഞ്ഞു ഞങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്, ആ ബൈബിൾ വാക്യം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈശോയെ ഇനി ഞങ്ങൾ രണ്ടല്ല മൂന്നാണ്, നീ ഞങ്ങളുടെ മുമ്പിൽ നടക്കണം എന്ത് കാര്യമുണ്ട്. കാരണം ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ബൈബിളിൻ്റെ മുമ്പിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം ഇതുവരെ തെറ്റാനായിട്ട് ദൈവം ഇടപെടുത്തില്ല. ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർഭാടങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ശരിക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കല്യാണം കഴിച്ച യങ് മാരേജ് കപ്പിൾസിനൊക്കെ ഈ ഒരു പ്രാർത്ഥന വലിയൊരു ഇൻസ്പിറേഷൻ ആവട്ടെ അവരുടെ ലൈഫിൽ. അപ്പം നവ്യ പറഞ്ഞു PCODയുടെ മെഡിസിൻ്റെ കാര്യമൊക്കെ, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ വചനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മുടെ അൾട്രാസൗണ്ട്. ദൈവത്തിൻ്റെ കൃപ, അയച്ചാൻ പറഞ്ഞ പോലെ സൗഖ്യം നൽകുന്നത് കർത്താവ് തന്നെയായിരുന്നു. എൻ്റെ ഒരു മരുന്നും കൂടാതെ തമ്പുരാൻ അനുഗ്രഹിച്ച് എൻ്റെ PCODയെ കരിയിച്ച് കളഞ്ഞു കർത്താവ്. അതെന്നെ സംബന്ധിച്ച് വലിയ സാക്ഷ്യമാണ്. കാരണം എൻ്റെ അടുത്ത് 2 റിപ്പോർട്ടും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുഞ്ഞുങ്ങളെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അന്ന് ഞങ്ങൾ തീരുമാനിച്ചു തമ്പുരാൻ അനുഗ്രഹിച്ച് ഈ കുഞ്ഞിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കുമെന്ന് ഞങ്ങൾ, കാരണം അത് തമ്പുരാൻ പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളത് പേര് അങ്ങനെ കൊച്ചിനിട്ടു. അങ്ങനെ കൊച്ചിൻ്റെ മാമോദീസ സ്വപ്നം കണ്ട് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്നു. ആൾക്കാരെല്ലാം ഒത്തിരി ഹെസിറ്റേറ്റഡ് ആണ് പ്രഗ്നൻസി ഒക്കെ ആവാനായിട്ട്. കാരണം എല്ലാവർക്കും ഒരു പേടിയാണ്, മരണത്തോടുള്ളൊരു ഭയമാണ് എല്ലാവർക്കും 2020 ജനുവരി മുതലുള്ളൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു തമ്പുരാൻ തരുമ്പോൾ കൊച്ചിനെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ തമ്പുരാൻ അനുഗ്രഹിച്ച് 2020 ഏപ്രിൽ ഞാൻ കൺസീവ് ആവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വലിയ സ്മൂത്ത് ആണെന്ന് വിചാരിച്ചു. പക്ഷേ 3 months എനിക്ക് ഒത്തിരി പെയിനും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും സ്റ്റാർട്ടായി. ബ്ലീഡിങ് സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയർ ആയിട്ട്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇവളോട് സംസാരിച്ച് ഇവള് പറഞ്ഞു ചോദിച്ചാൽ എന്തും ഇതാക്കാം നമുക്ക് എന്താ. അപ്പോൾ ഞാൻ അത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ ഇവളോട് സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ്, അതായത് നമുക്കൊരു വലിയൊരു കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, ബാക്കിയൊന്നും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ എന്ത് സംഭവിക്കാം, ബ്ലീഡിങ് ആവും, കൊച്ച് ഇതാക്കാം. അപ്പോൾ ഇവൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡിപ്രസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വിഷയമില്ല, കാരണം ദൈവം തരുന്ന കൊച്ചിന് ദൈവം കാത്തോളും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഞങ്ങൾ വീടിൽ നിന്ന് പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു ഇതിലായിരുന്നു, ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ നീ തന്നെ കാത്തു രക്ഷിക്കണേ. കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോന്നു. രാത്രി ആകുമ്പോൾ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ആൾ കിടന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ നീ സഹായിക്കണേന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, വയറൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിച്ച് വേദന ഇല്ലാണ്ട് ഉറങ്ങിയെന്നാണ് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു ദൈവം അനുഗ്രഹിച്ച് വേദന ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി സ്റ്റോപ്പ് ആയി. ശരിക്കും പറഞ്ഞാൽ അതൊരു വചനത്തിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയിൽ. നവ്യ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ 2 പ്രഗ്നൻസിയിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഏഷ്യ 66:9 എന്നുള്ള വചനം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വചനത്തിൻ്റെ ശക്തിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു വചനം ഓർമ്മ വരുവാണ്, ജെറമിയ 23:9. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു. ശരിക്കും ആ ഒരു വചനത്തിന്റെ ശക്തി നിങ്ങളുടെ എൻ്റെ പ്രഗ്നൻസിയിൽ അല്ലെ ഡെലിവറിയിലെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നമുക്കങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കുറവാണ്. കാരണം മിനിസ്ട്രിയിലുള്ള സ്റ്റാഫിനെ ഒന്നും അവർ നാട്ടിലോട്ട് വിടാനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം വെക്കേഷൻ സ്റ്റോപ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇന്റർനാഷണൽ ട്രാവലിങ്ങും അവർ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ തമ്പുരാൻ അനുഗ്രഹിച്ചതിൻ്റെ ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞ് തമ്പുരാനെ അറിയുന്ന കൈകളിലോട്ട് അത് വീഴണം. അതുപോലെ തന്നെ ആ അറ്റ്മോസ്ഫിയറും എൻ്റെ കുഞ്ഞിന് എപ്പോഴും ഒരു വചനം കേൾക്കുന്ന അറ്റ്മോസ്ഫിയർ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. പക്ഷെ ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞാൻ ഡിസംബറിൽ അപ്പോഴത്തേക്ക് എനിക്ക് ഓൾമോസ്റ്റ് 8 months കഴിഞ്ഞു. ഞാൻ എൻ്റെ ഇൻചാർജിനോട് ചോദിച്ചു
ഇൻചാർജ് വന്ന് നവ്യ അതൊരു പ്രശ്നമേ അല്ല, കാരണം നിനക്ക് ഇത് കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവ് ഉള്ളതല്ല 3 months, സോ നീ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി. ഡിസംബറിൽ നാട്ടിലെത്തി. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് നോർമൽ ഡെലിവറി കിട്ടുമെന്ന്. കാരണം വെച്ചാൽ ഏശി 66-9 ഞാൻ കൺസീവ് ചെയ്തത്. ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പ്രസവം നടക്കാതിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഫസ്റ്റത്തെ ബേബി എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഓൾമോസ്റ്റ് ചില ഹോസ്പിറ്റൽസ് മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഞാൻ അപ്രോച്ച് ചെയ്ത ഹോസ്പിറ്റലിൽ നാട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് ബേബി കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പറഞ്ഞു, കാരണം ഇവിടെ അത് ട്രൈ ചെയ്യില്ല, നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അറിയുകയും ചെയ്യും. അപ്പോൾ ഒരു ട്രൂത്ത് വെച്ചാൽ ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് January 3 വരെ എനിക്ക് ആനുവൽ ലീവ് ഉള്ളൂ. പക്ഷേ January 3 കഴിഞ്ഞാൽ ഞാൻ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എഴുതി കൊടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ January 17 എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ January 3 എനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്ന് ലീഗൽ അവരൊരു എൻ്റെ ഇമെയിൽ എഴുതി വാങ്ങിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഞാൻ ഏറ്റെടുക്കണമെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ നോർമൽ ഡെലിവറി ഒന്നും ഈശോ പറഞ്ഞാലും അങ്ങനെ എനിക്ക് പെട്ടെന്ന് നടക്കുമോ? കാരണം എൻ്റെ ഫസ്റ്റ് ബേബിക്ക് വേണ്ടി ഞാൻ 40 weeks വരെ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് നോർമൽ ഡെലിവറി നടന്നില്ല. അപ്പോൾ ഡോക്ടറും പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റില്ല. January 1 തൊട്ട്, കാരണം ഒരു ന്യൂ ഇയർ ബേബി ആയിട്ട് വരട്ടെ, സെയിം ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ പ്രകാരം പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അങ്ങനെ അത് വേണ്ട, നമുക്കതിനൊരു വഴി കണ്ടെത്തണമെന്ന് ചെയ്യാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ പിച്ച് വെച്ച് നടന്നത് മുതൽ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ പോകലുള്ളായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് പോയിട്ട്, കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോഴും കഴിവുന്ന സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു അവളോട് നമുക്ക്, കാരണം ഒരുപാട് ആൾ ഹെൽത്തി വൈസ് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് ഒരുപാട്, കാരണം കുറച്ച് ഹിൽ ഏരിയ ആണ് ഇവിടേക്ക് പോകാനായിട്ട്. പറഞ്ഞു കുഴപ്പമില്ല, ദൈവം കാത്തോളൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടുകാർക്കാണെങ്കിൽ പോലും അത്ര ദൂരം ഈ ഒരു ഇതിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബിനോയച്ചനെ കണ്ടായിരുന്നു. വിനോദൻ തലയെ കൈവച്ച് ഞങ്ങൾ കുരിശിൻ്റെ പള്ളി ചെന്നപ്പോൾ തല വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളൊരു നമ്പർ തരാം, ആ വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ മലയിറങ്ങി ദൈവം അനുഗ്രഹിച്ച് എത്തി. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഓർക്കുന്നു December 27 8:35 ഞാൻ ഈ ഡോക്ടറെ വിളിക്കാം, ഡോക്ടർ ഫിൻഡോ. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 കണ്ടീഷൻസ് ഉണ്ട് നമുക്കിത് നോർമൽ ഡെലിവറി ആക്കണമെങ്കിൽ. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ പെയിൻ സ്റ്റാർട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി, ഞാൻ ഒന്ന് മിണ്ടിയിട്ട് പറഞ്ഞു. അടുത്തത് കൊച്ചിൻ്റെ വെയിറ്റ് 3.5 കുറവായിരിക്കണം, ഏജ് 35 ബിലോ ആയിരിക്കണം. ഫസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. കാരണം ഈ പെയിൻ നോർമൽ പെയിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ മിനിമം ഒരു 38 അല്ലെങ്കിൽ മിനിമം 39 ഒക്കെ ആവണം. പക്ഷെ അതൊന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ അപ്പോഴും 37 എത്തിയിട്ടില്ല കറക്റ്റായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അത് പോസിബിൾ അല്ല. ഞാൻ ഒത്തിരി വിഷമിച്ചുകൊണ്ട് കൂടി ഞാൻ ആ ഫോൺ വെച്ചു. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, നീ എന്നെ ചതിക്കുമായിരുന്നല്ലോ, എന്നെ പറഞ്ഞു പറ്റിച്ചു, ഇപ്പോൾ ഒരു പോസിബിലിറ്റി എനിക്കില്ല, ഞാൻ 3 days കഴിയുമ്പോൾ ഞാൻ സിസേറിയന് വിധേയമാകും. അങ്ങനെ വിഷമിച്ച് കർത്താവിനോട് പരാതി പറഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. 10 മണിയായപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് സിവിയർ ആയിട്ട് ബാക്ക് പെയിൻ 10 മണിക്ക് സ്റ്റാർട്ടായി. തമ്പുരാന് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ പ്രസവിക്കും, എനിക്ക് ലേബർ പെയിൻ സ്റ്റാർട്ടായെന്ന്. പക്ഷേ ഒന്നും അങ്ങനെ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു പെയിൻ വരുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു അത്ഭുതം. കാരണം ഇപ്പോഴാണെങ്കിൽ എല്ലാവരും നോർമൽ ഡെലിവറിയുടെ വേദന തുടങ്ങുമ്പോൾ എനിക്ക് സിസേറിയൻ മതിയെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ശരിക്കും മജു ഏറ്റെടുത്ത ഒരു വലിയ റിസ്ക് തന്നെയല്ലേ, സിസേറിയൻ വേണ്ട നോർമൽ. പിന്നെ അവളുടെ ആ വചനത്തിലുള്ള അവളുടെ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അവൾ എപ്പോഴും പറയും പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് പറഞ്ഞ് ആ വചനത്തിൽ അവൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പിറ്റേ ദിവസം വേദനയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടുകാരൊക്കെ, കാരണം വേദന ഭയങ്കര സിവിയർ ആകുമ്പോൾ മുഖത്തൊക്കെ അതിൻ്റെ എക്സ്പ്രഷനും സംഭവങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നീ പറയണ്ട, കാരണം വീട്ടുകാർ പറയും നീ മല കയറിയിട്ടാ, അപ്പോൾ ഈ ആവശ്യമുള്ള സമയത്താണോ പോയത് എന്നൊക്കെ ചോദിക്കും, നീ ഇപ്പോൾ മിണ്ടണ്ടെന്ന് പറയും. അവൾ പറഞ്ഞു ചോദിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വേഗം എന്ത് ചെയ്തു, വേദന വരുമ്പോൾ ഡോറ് അടച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു 27th നൈറ്റ് 10 o'clock നമുക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ആവുന്നത്. 28th ആയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കാണാൻ പോവാം. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്, സോ ബട്ട് നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. 29 അപ്പോൾ നമുക്ക് ഷോ ഓഫ് ബ്ലീഡിങ് സ്റ്റാർട്ടായി. 29 ആയി. പക്ഷേ ലേബർ പ്രോഗ്രസീവ്, ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 10 minute അപ്പാർട്ട് നമുക്കറിയാമല്ലോ കുറച്ച് ഇൻറ്റൻസീവായിട്ട് പെയിൻ തുടങ്ങും. പക്ഷെ അങ്ങനെ വരുന്നില്ല. പെയിൻ ഉണ്ട് 30 minute അല്ലെങ്കിൽ 20 minute, പക്ഷേ റെഗുലർ ആയിട്ടുള്ള പാറ്റേണിൽ വരുന്നില്ല.
13th ആയി. അപ്പോൾ ഇച്ചാൻ കുറച്ച് ആ സമയത്തായപ്പോഴത്തേക്കും ഇച്ചാനും ടെൻഷനായി തുടങ്ങി. കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പക്ഷെ ഇതൊന്നും പ്രോഗ്രസ്സും ആവുന്നില്ലല്ലോ. 31st ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു എൻ്റെ പ്രീവിയസ് ഡെലിവറി സിസേറിയൻ നടന്ന ഹോസ്പിറ്റലിലോട്ട് ഇച്ചാൻ എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇച്ചാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു അയ്യോ നമുക്കിപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നമുക്ക് എടുക്കണം ഇവളെ, കാരണം വെച്ചാൽ ഇത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ അപ്പോൾ കാരണം ആ ഡോക്ടർ നല്ല പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് തന്നെ ഇട്ട സ്റ്റിച്ചാണല്ലോ, സാറ് എന്താ തോന്നുന്നത്, ഒരു ചാൻസ് കൊടുത്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഇതായിട്ട് പറയാം, ഞാൻ ഇട്ടതാണെന്നല്ല, സ്റ്റിച്ച് പൊട്ടും, അതിൻ്റെ കോംപ്ലിക്കേഷൻ വലുതാണ്, കൊച്ചു എന്തെങ്കിലും പറ്റും, അതേ പറഞ്ഞാൽ വൈഫിന് എന്തെങ്കിലും പറ്റും, റിസ്ക് ഞാൻ ഏറ്റെടുക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം, കുഴപ്പമില്ല, പക്ഷേ ഇത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് തീരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്നെ പെട്ടെന്ന് നമ്മുടെ വിശ്വാസമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സമയമായിരുന്നു. കാരണം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിന് മുമ്പ് പുള്ളിക്കാരൻ ഉദാഹരണമായിട്ട് വേറെ അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന അവരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു, ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞു അവരിതാക്കിയില്ല, ആള് പൊട്ടി, ആളുടെ അവസ്ഥ കൊച്ചു മരിച്ചു, നിങ്ങൾക്ക് അറിയാവോ? യൂട്രസ് പിഞ്ഞു പോവുകയും അതുപോലെ തന്നെ കുഞ്ഞ് ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് ഒരു പതിരപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തന്നെ പോകാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമും അതായത് 31st 3 o'clock നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഫിക്സ് ചെയ്തു. ഞങ്ങളോട് പറഞ്ഞു PCR ആണ്, നമ്മൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് PCR ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. PCR ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ ചെന്നു. PCR കഴിഞ്ഞു, നെഗറ്റീവാണ്. അപ്പോൾ ഒരു ചെറിയൊരു മഴയുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എൻ്റെ മനസ്സ് ഇങ്ങനെ വളരെ ഒരു അല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പുറത്തൊരു ഇതാണ്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടും. ഇതൊരു വല്ലാത്തൊരു ഒരു വടംവലിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾക്ക് അടുത്തൊരു പള്ളിയുണ്ട്, ഞങ്ങളുടെ ലത്തീൻ ചർച്ചാണ്, അവിടെ ഞങ്ങൾ ചെന്ന ഉടനെ അവിടെ ഒരു അച്ഛൻ, ഒരു കപ്പൂച്ചി അച്ഛൻ പുറത്തുണ്ട്, ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോൾ മുമ്പോട്ട് വന്നു. അദ്ദേഹം പിന്നീട് ആ പള്ളിയിൽ അദ്ദേഹം തന്നെ പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിറവേറവായിട്ട് ഞാനും ഹസ്ബൻഡും ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഇവർ വഴക്കുണ്ടാക്കി വന്നതാണെന്ന് വിചാരിച്ചത്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ അലറി വിളിച്ച് കരയുവാണ്. കാരണം എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മുട്ടുകുത്തി കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒന്ന് ബ്ലെസ് ചെയ്തു. ബ്ലെസ്സിങ്ങിന് അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഈ വചനം ശക്തമായിട്ട് കടന്നുപോയി. യെശയ്യാ 66:9 ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ. അതെനിക്ക് അബ്രഹാത്തിന് മുമ്പിൽ ഇസ്ഹാക്കിനെ ബലികഴിക്കാനായിട്ട് ചോദിച്ച ഒരു ചോദ്യചിഹ്നം പോലെ തോന്നിയത്. അവിടെ വെച്ച് ആ പള്ളിയിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു, എന്ത് വന്നാലും ഞാൻ ഒരിക്കലും ഒരു കത്തി എൻ്റെ വയറ്റിൽ വെക്കാൻ സമ്മതിക്കില്ല, അത് തമ്പുരാൻ തന്നെ ഈ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചു. അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞങ്ങൾ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനെ വീണ്ടും വിളിച്ചു. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് ഈ വചനമാണ് പറഞ്ഞത്, യെശയ്യാ 66:9 എനിക്കിപ്പോൾ 2 cm ഡയലേറ്റഡ് ആണ്, ഞാൻ 50% എഫേസ്മെൻ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എന്നാൽ യാത്ര പുറപ്പെടാം. അതാണെങ്കിൽ യാത്ര പുറപ്പെടുന്നത് എളുപ്പമായിരുന്നു. അതിനേക്കാളും മുമ്പിൽ ഈ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഒരുപാട്, കാരണം ആ ഒരു ഡോക്ടർ അവിടുത്തെ പരിസരത്ത് ഏറ്റവും നല്ലൊരു ഡോക്ടറായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞ് റിസ്ക് ഇനി ഞാൻ ഏറ്റെടുക്കില്ല, എന്തുണ്ടെങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിസ്ക് ആണ്, കാരണം ഒരു 150 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുണ്ട്, റോഡും നല്ലതല്ല, കാലാവസ്ഥയും അങ്ങനെയെല്ലാം. അതായത് ഞങ്ങൾ ഈ ഇതായിരിക്കും ഒരു 2:30-3 മണിയായി. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ ഒരു കൽക്കുരിശുണ്ട്, കുരിശിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾ ഇറങ്ങുവാണ്, നീ കൂടെ നിൽക്കണം. അതൊരു സാക്ഷ്യമായി. ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടുകാർ ആർക്കും സംഗതി, കാരണം ഒരാൾക്കും, കാരണം ഒരു ഹാഫ് മൈൻഡിലാണ് അവർ ഞങ്ങൾ യാത്രയാക്കുന്നത്. ഞങ്ങള് ബൈബിൾ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും. കാരണം ഈ ഡോക്ടർ ഒരു അത്ര കഴിവുള്ള ഒരു ഡോക്ടർ, അങ്ങേര് നോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്കത് പറ്റില്ല. അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് വീട്ടുകാരും നാട്ടുകാരും ആരും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൈബിളൊക്കെ കയ്യിൽ പിടിച്ചു. ബൈബിൾ എൻ്റെ വയറ്റിലോട് ചേർത്ത് പിടിച്ചു. കൊച്ചിനെ വീട്ടിലാക്കി ഞങ്ങളൊരു പെട്ടി, ബാഗൊന്നും ശരിക്കും പ്രിപ്പയർഡ് അല്ല. ഞങ്ങൾ അങ്ങനെ ഒരു വലിയൊരു ബാഗ് വണ്ടിയിലിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെടും. അപ്പോൾ അവിടുത്തെ സമയത്ത് നല്ല മഴയുള്ള സമയം ഉണ്ടായിരുന്നു. റോഡൊന്നും അത്ര ഫേവറബിൾ അല്ല. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഓൾമോസ്റ്റ് ഒരു 4 hours, ഓൾമോസ്റ്റ് 3 hours മതി. പക്ഷേ എനിക്കിങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകേണ്ടതുകൊണ്ടും ഒത്തിരി ലോങ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഞങ്ങൾ വചനവും അതുപോലെ തന്നെ കൊന്ത ചൊല്ലിക്കൊണ്ട് പോയിരുന്നു. പക്ഷെ ഇത് അമ്മ, കാരണം ആ യാത്ര എന്ന് പറയുന്നത് യേശു പിതാവ് മറിയത്തെ ഈ സമയത്ത് കൊണ്ടുപോയത് എങ്ങനെയാണോ
അതാണ് എൻ്റെ ജീവിതം നടന്നുകൊണ്ട് പോയത്. അപ്പോൾ തീർച്ചയായും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. കാരണം മജു ഏറ്റെടുത്ത ഒരു റിസ്ക്, നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്ത റിസ്ക്, നിങ്ങളുടെ ഒരു വിശ്വാസമാണ് അതിൽ. നിങ്ങൾ വചനത്തെ നിങ്ങൾ എത്രമാത്രം അവള് വിശ്വസിച്ചിരുന്നു കൊടുത്ത വചനത്തിന്, കാരണം ഒരു നിമിഷം പതറിപ്പോയിടത്തുനിന്ന് അവൾ ആ വിശ്വസിച്ച വചനത്തിന് എന്നാണ് ദൈവം. കാരണം ഞങ്ങൾ ആ സമയത്ത് മാതാവിനെ കൂട്ടുപിടിക്കാനാണ്, കാരണം മാതാവിന്റെ ആ വിശ്വാസമായിരുന്നല്ലോ. അപ്പോൾ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ്ലി കൊന്ത ചൊല്ലുക. കാരണം അവിടെ എത്തുന്നവരെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഹെൽപ്പ്, ഈ ചാനൽ സംബന്ധിച്ചോളം ചാനൽ എന്നാ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ റോഡിൽ, അതായത് മിഡ് ഓഫ് ദ റോഡ് ഇത്രയും ഒത്തിരി രാത്രി ആയി. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 9 o'clock ആയി. 10 o'clock ഞങ്ങൾ ആ സ്ഥലത്ത് എത്തുന്നത്. ഈ മറിയം ത്രേസ്യ ഹോസ്പിറ്റലാണ് ഇല്ലെന്നത് തൃശ്ശൂരുള്ളത്. അവിടെ എത്തിയപ്പോഴത്തേക്കും 10 o'clock ആയി. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഓക്കെ നെക്സ്റ്റ് ഡേ നിനക്ക് എത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഹൈഡ് ചെയ്തിരുന്നു, എൻ്റെ ലേബർ സ്റ്റാർട്ട് ചെയ്തിട്ട് 27th പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് നോർമലി സ്ലോ പ്രോഗ്രസീവ് ലേബർ അവർ അധികവും പ്രൊമോട്ട് ചെയ്യില്ല ഈ ദിവസം കൂടെ സംഭവിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഷോ ഓഫ് ആയിരുന്നു. അദ്ദേഹത്തിനും അത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അത് കേൾക്കുമ്പോൾ അറിയുന്നത്. അങ്ങനെ അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ എന്നാൽ കുഴപ്പമില്ല, നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ പിറ്റേ ദിവസം അദ്ദേഹം ARM ചെയ്തു, ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ചെയ്തു, ലേബർ റൂമിൽ അഡ്മിറ്റ് ആക്കി. എൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു 7 ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു ലേബർ റൂമിൽ. അതിൽ 6 പേരുടെയും ലേബർ ദൈവം അനുഗ്രഹിച്ച് നടന്നവർ കടന്നുപോയി. അപ്പോഴത്തേക്ക് 9 o'clock ആയി. അതായത് January 1st ഞാൻ 7 മണിക്ക് ഉള്ളിൽ കയറി ലേബർ റൂമിൽ. ഈ 9 o'clock വരെയും എൻ്റെ സ്റ്റേജിൽ ഒരു മാറ്റവും ഇല്ല. പെയിൻ കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ അല്ലാതെ വേറെ ഒരു വ്യത്യാസമില്ല. വേദനയ്ക്കൊരു കുറവൊന്നും വരുന്നില്ല. അപ്പം അവിടെ പുറത്ത് കുറേ ചെരുപ്പുകൾ, 5-6 ചെരുപ്പുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവകാശികളായി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഫിൻഡോ സാറ് വരുമായിരുന്നു, ഞാൻ സംസാരിക്കും. അപ്പോൾ പറയും വെയിറ്റ് ചെയ്യുക എന്ന് പറയും. ഞാൻ പറയും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 9 o'clock ആയി. January 1st 1st ഞാനും എക്സ്പെക്ട് ചെയ്ത ഒരു ന്യൂ ഇയർ ബേബി ആയിരിക്കും ദൈവം തരുന്നത്. പക്ഷെ 9 മണിയായപ്പോൾ എന്നോട് സിസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർ നണ്ണാണ്, അവർ വന്നിട്ട് പറഞ്ഞു, നവ്യ എനിക്ക് തോന്നണം നാളെയും കൂടി കിടക്കേണ്ടി വരും ഇങ്ങനെ. കാരണം നമുക്കിപ്പോൾ ഇപ്പോഴും 3 centimeter, അതായത് 27th December സ്റ്റാർട്ട് ചെയ്ത ലേബർ പെയിനിൽ January 1st എൻഡായിട്ടും എനിക്ക് 3 centimeter ഡയലേറ്റഡ് ആയിട്ടുള്ളൂ. അപ്പം നാളെ കൂടി കിടക്കാം. ഞാൻ പറഞ്ഞു സിസ്റ്റർ റെഡിയാണ്. സിസ്റ്റർ ഒന്ന് നമുക്ക് പറഞ്ഞു കൊന്ത ചൊല്ലാം. ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലി. അപ്പം സിസ്റ്റർ പോയി. ഞാൻ മാതാവിൻ്റെ രൂപം ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഞാൻ മാതാവിനെ നോക്കി, ഇതൊരു ഉത്തരവില്ലല്ലോ, ക്രൂശിതൻ്റെ രൂപം അപ്പുറത്തുണ്ട്. എനിക്ക് വിഷമം പിന്നെയായി. പെട്ടെന്നെന്ന് പറയാൻ അതായത് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഇട്ട പോലെ എൻ്റെ അപ്പൻ എൻ്റെ കണ്ണീര് കാണാൻ ആഗ്രഹിച്ചില്ല. ആ നിമിഷം തന്നെ എനിക്ക് ലേബർ പെയിൻ സിവിയറായിട്ട് സ്റ്റാർട്ടായി. നല്ല പെയിൻ തുടങ്ങി. January 2nd 2 മണിക്ക് വെളുപ്പിന് 2 മണിയായപ്പോൾ 10 centimeter ഡയലേറ്റഡ് ആയി. ലേബർ റൂമിലോട്ട് ഉടനെ തന്നെ നമ്മുടെ സിസ്റ്റർ വന്നു. സിസ്റ്ററുടെ കൈകളിലോട്ട് എൻ്റെ കുഞ്ഞിനെ വചനം പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഏറ്റെടുത്തു. അവിടെ എല്ലാ മഹത്വവും ദൈവത്തിന് തീർച്ചയായിട്ടും. സിസ്റ്റർ അവനെ ഇമ്മാനുവൽ ജോർജ് എന്ന് വിളിച്ചുകൊണ്ട് അവനെ കൈകളിൽ ഏറ്റുവാങ്ങി. എൻ്റെ ആ ജേണി Yesaya 66:9 ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം നടക്കാതിരിക്കുമോ, ആ ക്വസ്റ്റ്യന് കർത്താവ് അവിടെ ഉത്തരം തന്നു. കർത്താവ് ആ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് കർത്താവ് അവിടെ സാധ്യമാക്കി തീർത്തു. ദൈവത്തിന് 1000 നന്ദി. ശരിക്കും നിങ്ങളുടെ ഈ ടെസ്റ്റിമണിയിൽ കേട്ടപ്പോൾ ഞാൻ ഓർക്കുന്നു, ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അസാധ്യമാണെന്ന് മെഡിക്കൽ ഫീൽഡ് പറഞ്ഞ കാര്യങ്ങൾ പോലും സാധ്യമായി. അതെ, ശരിക്കും ഇതാണ് നമ്മൾ തിരുക്കുടുംബത്തിലും കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബം തിരുക്കുടുംബം പോലെ ആക്കണേ. പക്ഷെ നമ്മൾ അതിനകത്ത് അവരുടെ ഒരു സന്തോഷവും ശാന്തിയും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർ ദാരിദ്ര്യമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയൊരു സഹനം എന്ന് പറയുന്നത്. പക്ഷെ അതിലും അവർ ദൈവഹിതം അനുസരിച്ച് ജീവിച്ചു. അതെ, കാരണം നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്വയം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അബ്രഹാം ഇസ്ഹാക്കിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഡോക്ടറുടെ മുമ്പിൽ മുതലാണ് നമ്മുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയി തന്നിട്ടുണ്ട്. വചനം എടുക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം കാണിക്കുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട് കൊച്ചിനെ തരും, നോർമലാവും, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പെട്ടെന്നൊരു മൊമെന്റിൽ നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അത് എടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ നേരെ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അതിനൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ദൈവം ആ രീതിയിലോട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു വചനം ഓർമ്മ വരികയായിരുന്നു. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങേ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഈ ഒരു വചനത്തിന്റെ ശക്തിയാണ് നിങ്ങളുടെ എൻ്റയർ ലൈഫിൽ നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത്. അതെ, വചനം ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്ന് തിരിച്ചറിയാൻ പറ്റി. ഞങ്ങളെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അബോർഷൻ ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നതും ഒരു തെറ്റല്ല എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും തമ്പുരാൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായിരിക്കില്ല. മെഡിക്കൽ സയൻസിന് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കർത്താവ് ജീവൻ തരുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യും, നിങ്ങൾ വചനത്തോട് കൂടെ നിൽക്കുകയാണെങ്കിൽ. ആമേൻ. ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്തകരങ്ങളിൽ നിന്ന് ഈ കുടുംബം സ്വീകരിച്ച സമ്മാനത്തെ ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. അമ്മയുടെ ഉദരത്തെ കൊലക്കളമാക്കി മാറ്റി ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാൻ മടിക്കുന്ന ഈ തലമുറയിലെ കുടുംബങ്ങളെ വിശുദ്ധ ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയാൽ അനേകം ദൈവഭക്തിയുള്ള മക്കളുണ്ടാവട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.